വാഹനങ്ങളുടെ രൂപമാറ്റങ്ങളിൽ നടപടി വേണമെന്ന് ഹൈക്കോടതി. ഉദ്യോഗസ്ഥർ നിയമവിരുദ്ധമായി ബീക്കൺ ലൈറ്റ് ഉപയോഗിക്കുന്നു. അനധികൃതമായി ലൈറ്റുകളും മറ്റും ഘടിപ്പിച്ച വാഹനങ്ങളുടെ പെർമിറ്റ് റദ്ദാക്കണമെന്നും കോടതി. രൂപമാറ്റം വരുത്തിയ വാഹനങ്ങൾ IAS IPS ഓഫീസർമാർ ഉപയോഗിക്കുന്നുവെന്നും കോടതി. രാഗിനുണ്ട് വിവരങ്ങൾ നൽകാൻ. രാഗിൻ, ഏത് വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങനെ വളരെ ഗൗരവമേറിയ ഒരു നിരീക്ഷണവും നിർദ്ദേശവും ഒക്കെ തന്നെ വരുന്നത് കോടതിയുടെ ഭാഗത്തു നിന്നും? വാഹനങ്ങളുടെ രൂപമാറ്റം സംബന്ധിച്ച ഒരു സിയോമോട്ടോ കേസ് ഹൈക്കോടതിക്ക് മുന്നിലുണ്ട്. ഈ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ നേരത്തെ സർക്കാരിനോട് സ്വീകരിച്ച നടപടികളുടെ വിശദാംശങ്ങൾ അറിയിക്കാനും കോടതി പറഞ്ഞിരുന്നു. അതുപ്രകാരം ഹൈക്കോടതി സർക്കാർ ഇക്കാര്യങ്ങൾ അറിയിച്ചു. ഈ ഘട്ടത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട ചില വിമർശനങ്ങൾ ഉൾപ്പെടെ ഹൈക്കോടതി നടത്തിയിരിക്കുന്നത്. അതായത് രൂപമാറ്റം വരുത്തിയ വാഹനങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി വേണം, കർശന നടപടി വേണമെന്നാണ് ഹൈക്കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഉദ്യോഗസ്ഥരടക്കം നിയമവിരുദ്ധമായി ബീക്കൺ ലൈറ്റുകളും മറ്റും ഉപയോഗിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് കോടതി പറഞ്ഞു. അതായത് രൂപമാറ്റം വരുത്തിയ വാഹനങ്ങൾ IPS IAS ഉദ്യോഗസ്ഥർ വരെ ഉപയോഗിക്കുന്നു എന്നാണ് കോടതി ചൂണ്ടിക്കാട്ടിയത്. ഡ്യൂട്ടി കഴിഞ്ഞ ദിവസം ഒരു IG പോയത് അടിയന്തര സാഹചര്യത്തിൽ ഉപയോഗിക്കേണ്ട ഫ്ലാഷ് ലൈറ്റ് ആണ് എന്ന് കോടതി വ്യക്തമാക്കി. നിയമം ലംഘിക്കപ്പെടുന്ന പശ്ചാത്തലത്തിൽ ശക്തമായിട്ടുള്ള നടപടി വേണം, എന്തുകൊണ്ട് നടപടിയില്ല എന്ന് കോടതി ചോദിച്ചു. ഇതോടൊപ്പം തന്നെ ഇതിൽ അനധികൃതമായി ലൈറ്റുകൾ ഘടിപ്പിച്ച വാഹനങ്ങളുണ്ട്, അതിന്റെ പെർമിറ്റ് അടക്കം റദ്ദാക്കണം എന്ന കാര്യവും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. കോടതി ഓരോ കാര്യങ്ങളും എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ വിമർശനങ്ങൾ ഉന്നയിച്ചത്. ഇതിനോടൊപ്പം സാധാരണക്കാർക്ക് എന്താണ് പരിഗണന ഈ ഘട്ടത്തിൽ എന്ന കാര്യവും കോടതി ചോദിച്ചിട്ടുണ്ട്. നീല ബോർഡുകളും വച്ച് തലങ്ങും വിലങ്ങും ഒക്കെ ഒരു തരത്തിലുള്ള നിയന്ത്രണങ്ങളും ഇല്ലാതെ പല വഴിക്ക് വാഹനങ്ങൾ പായുന്നു എന്ന ഒരു വിമർശനവും കോടതി ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട്. ശരി, രാഗിനാണ് വിവരങ്ങൾ നൽകിയത്. ഗൗരവമേറിയ ഒരു ഇടപെടലാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. IAS IPS ഉദ്യോഗസ്ഥരടക്കം രൂപമാറ്റം വരുത്തിയ വാഹനങ്ങളടക്കം ഉപയോഗിക്കുന്നു എന്ന കണ്ടെത്തൽ ആണ്, നിരീക്ഷണമാണ് കോടതി നടത്തുന്നത്.